ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഫസ്റ്റ് ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് വെക്കുക. ഇതാരും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ തട്ടിവിടാം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. അതായത് സപ്ലി മറ്റേ ബിടെക് പോളിടെക്നിക് പഠിക്കുന്നവർക്ക് സപ്ലി ഉള്ള ആൾക്കാരുണ്ട് കുറേ. ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് 10 സപ്ലി 15 സപ്ലി അങ്ങനെയുള്ള ആൾക്കുള്ള ഒരു വീഡിയോ ആണ്. അതായത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വേറെ യൂണിവേഴ്സിറ്റിക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ സാധനം മൊത്തം അതിലേക്ക് മാറ്റും. ജസ്റ്റ് പോയിട്ട് എന്തൊക്കെയാ എഴുതിയാൽ മതി, എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി, അവരുടെ സർട്ടിഫിക്കേഷൻ തരും. പക്ഷെ വാല്യൂ കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ GCC കൺട്രീസിലോ അഥവാ യൂറോപ്യൻ കൺട്രീസിലോ പോയിട്ട് 1 ഇയർ ഏതെങ്കിലും ഒരു സിമ്പിൾ കോഴ്സ് ഉണ്ടാവും. അത് പോയിട്ട് എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കുക. എന്നിട്ട് അവിടെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ തന്നെ മാക്സിമം ജോബ് കിട്ടാൻ നോക്കാം. ഓക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്പോൾ നമുക്ക് PG, ഇപ്പോൾ BTech ഡിഗ്രി ആണെങ്കിൽ PG ഏതെങ്കിലും 1 ഇയർ കോഴ്സ് എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ എന്താക്കണോ, ഇത് സപ്ലി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് ട്രാൻസ്ഫർ കൊടുത്താലല്ലേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇത് കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ്. ഇത് പുറത്ത് യൂണിവേഴ്സിറ്റി ഞാൻ ഏകദേശം അന്വേഷിച്ചു, മാർക്കറ്റിൽ 2 ലക്ഷം അടുപ്പിച്ചിട്ടുണ്ട് റേറ്റ്. അത് സപ്ലൈ കൂടുന്നതനുസരിച്ച് കുറച്ച് റേറ്റ് കൂടും. സപ്ലൈ കുറവാണെങ്കിൽ റേറ്റ് കുറവ്. ഇത് 2-3 സപ്ലൈ ഉള്ള ആൾക്കൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഒരു 8-10ൻ്റെ മേലെ സപ്ലൈ ഉള്ള ആൾക്കാർ അവർക്ക് പിന്നെ പെട്ടെന്ന് ജോബിൽ കയറണമെങ്കിൽ പിന്നെ ഇയർ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതാണ് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി. നേരെ എന്താക്കുക, ക്രെഡിറ്റ് ട്രാൻസ്ഫർ എടുക്കുക. നേരെ എന്താക്കുക, വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി PG ചെയ്യുക. എന്നിട്ട് ലേറ്റസ്റ്റ് ആയ ഡിഗ്രിക്കാണ് ഏറ്റവും കൂടുതൽ വില. അപ്പോൾ യൂറോപ്പിലെല്ലാം കുറേ ഡിഗ്രി ഇതുണ്ട്, PG ഉണ്ട്, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയെല്ലാം പോകുക. അല്ലെങ്കിൽ GCC കൺട്രീസിൽ കുറേ യൂണിവേഴ്സിറ്റിയിൽ ഓരോ കോഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം പോയിട്ട് എന്താക്കുക, ലേറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് സെറ്റപ്പ് ആക്കുക. എന്നിട്ട് ജോബ് കരസ്ഥമാക്കുക, സ്കില്ലും ഡെവലപ്പ് ചെയ്യുക. താങ്ക് യു, ബൈ.